ഹായ് ഓൾ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ട്രേഡിംഗ് ചാലഞ്ച് തുടങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള ടോട്ടൽ PNL-ഉം എൻ്റെ ജേണലും എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്ന ആ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ എൻ്റെ ജേണൽ, പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചില ഡേയ്സ് ഞാൻ എൻട്രി എടുക്കാറില്ല. അതായത് എൻ്റെ പ്രോപ്പർ സ്ട്രാറ്റജി പ്രകാരം എൻട്രി കിട്ടാതിരിക്കുന്ന ദിവസം ഞാൻ എൻട്രി എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് എൻട്രി എടുക്കാതെ പിടിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് എൻട്രി എടുക്കാതിരിക്കുന്നതൊക്കെ ചിലവർ ചോദിക്കലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ചെറിയൊരു ടിപ്പ്, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കിയ ചെറിയൊരു കാര്യം വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ജേണൽ കാണിക്കാം. ഇതാണ് ജേണൽ. ട്രേഡിങ്ങിൻ്റെ തുടങ്ങിയിട്ട് 7 ദിവസം, 7 ട്രേഡിംഗ് ഡേയ്സാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. ആ 7 ദിവസത്തിൽ ഞാനെടുത്ത കംപ്ലീറ്റ് എൻട്രീസാണിത്. ടോട്ടൽ 6 ട്രേഡാണ് എടുത്തത്. അതിൻ്റെ ടോട്ടൽ PNL ടോട്ടൽ പ്രോഫിറ്റ് ഇവിടെ കാണാം, 3600 രൂപയാണ്. അതിൽ ചെറിയ കുറച്ച് ബ്രോക്കറേജ് വരും. ഒരു ട്രേഡിന് ഏകദേശം ഒരു 10 രൂപ വെച്ചിട്ടൊക്കെ ബ്രോക്കറേജ് വരും. അപ്പോൾ ഒരു 60 രൂപ നിന്ന് പോയാലും ടോട്ടൽ ഏകദേശം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ജേണൽ, ഞാൻ കീപ്പ് ചെയ്യുന്ന ജേണൽ. അതിൽ ഇത് ഡേറ്റ്, സ്ട്രൈക്ക്, എൻട്രി എടുക്കുന്ന ടൈമും എക്സിറ്റ് അടിക്കുന്ന ടൈമുമാണ്. എങ്ങനെ എഴുതുന്നത് വെച്ചാൽ, എൻട്രിയും എക്സിറ്റിൻ്റെ ടൈം നമുക്ക് കറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ചാർട്ടിൽ പോയിട്ട് ആ ടൈം ഇട്ട് നോക്കിയാൽ മതി. ചാർട്ടിൽ പോയിട്ട് നമ്മൾ ഏത് ടൈമിനാണോ ജേണലിൽ കാണുന്നത് ആ ടൈമിലുള്ള ക്യാൻഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെയാണ് എൻട്രി എടുത്തത്, ഇവിടെയാണ് എക്സിറ്റ് അടിച്ചത്, ഇവിടെയാണ് SL അടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനാണ് ടൈം എഴുതി വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ജേണലിലുള്ളത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ട്രേഡിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ ഈ ട്രേഡ് എടുക്കാത്ത ദിവസങ്ങളിലുള്ളത് വരെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നോക്കാം. PNL നോക്കി നോക്കാം. PNL ഡേറ്റ് 12 ജൂൺ, ഈ മാസം 12-ാം തീയതി തൊട്ടിട്ടാണ് തുടങ്ങിയത്. ഫസ്റ്റ് വീഡിയോ നോക്കി മനസ്സിലാവും. ഓക്കെ, പിന്നെ കഴിയാൻ ഇതുവരെ ഇന്ന് വരെയുള്ള 22-ാം തീയതി വരെ ഉള്ളത് ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. ഫ്ലാറ്റ് ട്രേഡിൻ്റെ ബാക്ക് ഓഫീസാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള ടോട്ടൽ പ്രോഫിറ്റ് 3680. നമ്മൾ ജേണലിൽ കണ്ടാൽ തന്നെയാണ്. ഇത് ബ്രോക്കറേജ് കൂട്ടാതെയുള്ള പ്രോഫിറ്റാണ്, ടോട്ടൽ പ്രോഫിറ്റാണ്. ഇതിനകത്ത് ചെറിയ ഇത് കുറയ്ക്കാണ്ട് ഒരു 80 രൂപ കുറച്ചാലും ഈ പ്രൈസ് തന്നെ ഉണ്ടാവും. ഓക്കെ, എല്ലാ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാം കാണാം. അതിൽ 12-ാം തീയതിയാണ് തുടങ്ങിയത്. 12-ാം തീയതി ട്രേഡ് എടുത്തു. അന്ന് ഒരു ലോസാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം ട്രേഡ് എടുത്തിട്ടില്ല, അന്ന് ഫുള്ള് മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു ദിവസം ലോസ്, ചെറിയ ലോസാണ്. കളർ നോക്കണ്ട, കളർ ഭയങ്കര ചോപ്പാണ് ഇവിടെ കാണിക്കുന്നത്, പക്ഷേ ലോസ് ചെറിയ ലോസാണ്. പിന്നെ 2-3 ദിവസം മാർക്കറ്റ് ഹോളിഡേ ആണ്, ഇനി മൺഡേ വരെ. പിന്നെ 2 ദിവസം ട്രേഡ് എടുത്തിട്ടേ ഇല്ല, അന്നത്തെ വീഡിയോ ഉണ്ട്. പിന്നെ ഒരു ദിവസം ഒരു ട്രേഡ്, പിന്നെ ഒരു ദിവസം ഒരു ടാർഗറ്റ്, ഒരു സ്റ്റോപ്പ് ലോസാണ് ഇതുകൊണ്ട്. അപ്പം അത്രയാണ് കംപ്ലീറ്റ് ആയത് ഇതുവരെയുള്ള ടോട്ടൽ PNL. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. പിന്നെ ഈ ട്രേഡിംഗ് ചാലഞ്ചിൽ ടോട്ടൽ 100 ഡേയ്സ് ആണ്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 ലെവലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 5 ലെവൽ പറയുമ്പോൾ ഓരോ ലെവൽ 20 ദിവസം വെച്ചിട്ട്. അപ്പോൾ ലെവൽ 1 20 ഡേയ്സ്, ലെവൽ 2 20 ഡേയ്സ്, അങ്ങനെ 5 ലെവലാക്കി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 20 ഡേയ്സ് കംപ്ലീറ്റ് ആകുമ്പം അതിൽ ടോട്ടൽ ഓവറോൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കെയിലപ്പ് ചെയ്യും. സ്കെയിലപ്പ് ചെയ്യാൻ ചെറിയ രീതിയിൽ ഒരു ലോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യും. അതേപോലെ ലോസ് ആണെന്നുണ്ടെങ്കിൽ സ്കെയിലപ്പ് ചെയ്യില്ല, അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത 20 ഡേയ്സ് ലെവൽ 2-ൽ നെക്സ്റ്റ് 20 ഡേയ്സ് ടോട്ടൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ചെറിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യും. അല്ല ലോസ് ആണെന്നുണ്ടെങ്കിൽ സ്കെയിലപ്പ് ചെയ്യില്ല, അങ്ങനെ തന്നെ പോകും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നല്ല രീതിയിലാണ് പോണത്. ഇനി മുന്നോട്ടും ഭംഗിയായിട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു ഇമോഷണൽ സംഭവം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ശരിക്കും നമുക്ക് കിട്ടിയ പ്രോഫിറ്റായിട്ട് കണക്കാക്കരുത്. അതായത് ഒരു ദിവസം ഇപ്പോൾ 1500 ലാഭം കിട്ടിയിരിക്കാം, അത് ശരിക്കും നമ്മളെ ലാഭമായിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കരുത്. കാരണം ആ ലാഭം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രേഡ് മാത്രമാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടി,
അടുത്ത ദിവസം ലോസ് കിട്ടി, അടുത്ത ദിവസം പ്രോഫിറ്റ് കിട്ടി, അടുത്ത ദിവസം പ്രോഫിറ്റ് കിട്ടി, അടുത്ത ദിവസം ലോസ് പ്രോഫിറ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ദിവസവും നമ്മൾ പ്രോഫിറ്റ് കിട്ടി, ഭയങ്കര സംഭവമായി, അതേമാതിരി ലോസ് കിട്ടും, ലോസ് നമ്മളത് നഷ്ടപ്പെട്ട്, ആ രീതിയിൽ കണക്കാക്കാൻ തുടങ്ങിയാൽ നമ്മൾക്ക് ഭയങ്കര ഇമോഷണലാവും. അപ്പോൾ ഈ പ്രോഫിറ്റ് നമ്മളൊരു ഓരോ ദിവസത്തെ അല്ലെങ്കിൽ ഓരോ ട്രേഡിലുള്ള പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റായി കണക്കാക്കാതെ നമ്മളെ കയ്യിലേക്ക് കുറച്ച് പൈസ കിട്ടി അത്രേ ഉള്ളൂ, അത് നമ്മളെ പൈസയായിട്ട് കണക്കാക്കരുത്, അത് ജസ്റ്റ് എമൗണ്ട് കിട്ടി. അതേമാതിരി ലോസിന് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലല്ല കണക്കാക്കുക, അത് ജസ്റ്റ് ഒരു എക്സ്പെൻസ് നമ്മളെ കയ്യിൽ നിന്ന് പോയി, അത് നമുക്ക് നാളെ കിട്ടുമോ ഇല്ല എന്നുള്ളത് കണക്കാക്കാൻ പറ്റില്ല. ശരിക്കും ട്രേഡിങ്ങിലുള്ള പ്രോഫിറ്റും ലോസും എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു മാസം കംപ്ലീറ്റ് എടുത്ത ട്രേഡുകളാണെന്ന് വിചാരിക്കാം, കംപ്ലീറ്റ്. അപ്പോൾ ഈ ടോട്ടൽ നമ്മൾ ചെയ്ത് നോക്കില്ല, ഈ പ്രോഫിറ്റ് കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എല്ലാ ലോസും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു വാല്യൂ ഇട്ടില്ലേ. അതായത് ഇതുവരെയുള്ള നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടോട്ടൽ വാല്യൂ ഇതാണ് നമ്മളെ ശരിക്കുള്ള ടോട്ടൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അതാണ് നമ്മളെ ശരിക്കുള്ള ടോട്ടൽ ലോസ്. അതിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ബാക്കി ഓരോ ദിവസം അന്ന് പ്രോഫിറ്റ് ആണോ, ഇന്ന് പ്രോഫിറ്റ് ഭയങ്കര സന്തോഷം, ഇന്ന് ലോസ് ആവും, ഇന്ന് ലോസ് ആകെ ഇമോഷണൽ സീനായി, അങ്ങനെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഏതൊരു ബിസിനസ് ആയാലും, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് എടുക്കുകയാണെങ്കിലും ശരി, ഒരു പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ മേടിക്കാൻ കഴിയുള്ളൂ, അപ്പോൾ അതിന് എക്സ്പെൻസ് ഇല്ലേ, അതേപോലെയുള്ള എക്സ്പെൻസാണ് ഈ ഓരോ ലോസുകൾ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണക്കാക്കാൻ പഠിക്കണം. ഇതിനെ ഓരോ പ്രോഫിറ്റിനും നമുക്ക് കിട്ടിയ പൈസയായിട്ട് കണക്കാക്കരുത്. അതിനൊരു സാമ്പിൾ സ്പേസ് നമ്മൾ കണ്ടുപിടിക്കാം. അത് എത്ര വേണമെങ്കിലും ആവാം, ഒരു 20 ട്രേഡ്, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമുക്കൊരു സാമ്പിൾ സ്പേസ് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ചലഞ്ചായിട്ടാണ് 100 ഡേയ്സിൽ ഓരോ 20 ദിവസം വെച്ചിട്ടാണ് ഞാൻ ടോട്ടൽ നോക്കുക. അപ്പോൾ ആ 20 ദിവസത്തെ ടോട്ടലാണ് എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ആ 20 ദിവസത്തെ ടോട്ടലാണ് എൻ്റെ ടോട്ടൽ ലോസ്. അത് മാത്രമേ പ്രോഫിറ്റ് ലോസ് ഉള്ളൂ, ബാക്കിയൊന്നും പ്രോഫിറ്റ് ലോസ് അല്ല, അത് ജസ്റ്റ് ഒരു ഇൻകം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സ്പെൻസ്, അത്ര മാത്രമേ ഇത് കണക്കാക്കാം. അങ്ങനെയാണെങ്കിലുള്ള നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി നല്ലതാണോ, അതേപോലെ നമ്മൾ ഇമോഷൻ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ മാത്രം എല്ലാവരും കണക്കാക്കാം. ഈ ഒരു പോയിന്റും കൂടെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ചാനലിൽ നോക്കിയാൽ കാണാൻ കഴിയും, എടുത്ത എല്ലാ ട്രേഡിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.